ഹലോ ഹായ്, വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസിനും എൻ്റെ വക ഒരു ഹായ്. ഞാനാണ് UDC കുമാരി. കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും, അതും ഞങ്ങളെ എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എവിടെ മിസ്റ്റർ ദിഗംബരൻ? മിസ്റ്റർ ദിഗംബരൻ്റെ സൗണ്ട് കേട്ടോണ്ടാണല്ലോ നമ്മുടെ എല്ലാ എപ്പിസോഡും തുടങ്ങുന്നത്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉള്ളി ഫീമെയിൽ എപ്പിസോഡ്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ പുരുഷ സാന്നിധ്യങ്ങളായിട്ടുള്ള മിസ്റ്റർ ദിഗംബരൻ, അതുപോലെ തന്നെ ഡോക്ടർ സിൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബോണ്ടണ്ണൻ അങ്ങനെയുള്ള ആരും നമ്മുടെ കൂടെ കാണില്ല. ഇന്നൊരു പ്രത്യേക അതിഥിയാണ്, ഇന്നൊരു പുതിയ അതിഥിയാണ്. എല്ലാവർക്കും ഈ അതിഥിയെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമുക്ക് അധികം മുഖവരകളില്ലാതെ തുടങ്ങാം. കാരണം ഇന്ന് ദിഗംബരൻ ഇല്ലാത്തത് കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണെന്ന്, മുഖവരകളില്ലാതെ തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. ഇൻട്രൊഡക്ഷൻസ് ഇല്ല. നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നിന്ന് ഞാനിപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. എല്ലാവരും ഇൻട്രൊഡക്ഷൻസ് കേൾക്കണമെങ്കിൽ, ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ആരാണെന്ന് നമുക്ക് പരിചയപ്പെടണ്ടേ? ഇന്നത്തെ നമ്മുടെ അതിഥിയുടെ പേരാണ് കിണറ്റിലെ പെൺകുട്ടി. ഹായ് കിണറ്റിലെ പെൺകുട്ടി. ഹലോ, ഞാനാണ് കിണറ്റിലെ പെൺകുട്ടി. അപ്പം എനിക്ക് പേരെങ്ങനെ വന്നെന്ന് UDC പറയും. യെസ്, അതൊരു പ്രത്യേക കഥയാണ്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഞങ്ങൾ ഭയങ്കര മ്യൂസിക് എൻത്യൂസിയാസ്റ്റുകളാണ്. അതിനകത്തിൽ ഞാൻ പാട്ടുകാരിയല്ല, ഞാൻ പാട്ട് പാടുന്ന ആളല്ല, പക്ഷെ പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ബട്ട് ഐ എം എ പിക്കി ലിസണർ. എനിക്ക് അങ്ങനെ പാട്ടുകൾ ഒരുപാട് കേൾക്കുന്ന ഇഷ്ടമാണെങ്കിൽ കൂടിയും ഞാൻ റാപ്പുകൾ അങ്ങനെ കേൾക്കാറില്ല. ഒരു ഭാഷയിലെയും റാപ്പുകൾ കേൾക്കാറില്ല, പുതിയ പാട്ടുകൾ കേൾക്കാറില്ല. ബട്ട് ഞങ്ങൾ മ്യൂസിക് എൻത്യൂസിയാസ്റ്റുകളായതുകൊണ്ടും നമ്മുടെ കിണറ്റിലെ പെൺകുട്ടി, അതായത് ഞാൻ KP എന്നാണ് പുള്ളിക്കാരിയെ വിളിക്കുന്നത്. നമ്മുടെ KP ഒരു പാട്ടുകാരി ആയതുകൊണ്ടും, അതും പുള്ളിക്കാരി ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് പാട്ടുകാരിയാണ്. നമ്മുടെ മെലഡീസ് പാടുന്ന പാട്ടുകാരിയല്ല, നമ്മുടെ ഇച്ചിരി ഒരു ഡിഫറെൻറ്റ് പാട്ടാണ്. നമുക്കത് ലേറ്റർ നമ്മുടെ എപ്പിസോഡ് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ശ്രവിക്കാൻ കഴിയുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കിണറ്റിലെ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഈ പേര് വന്നതെന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഡിവിയേറ്റ് ചെയ്ത് പോകുന്നില്ല. ഞങ്ങളിങ്ങനെ മ്യൂസിക് റീൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ റീൽസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ അകത്തിൽ നമ്മൾ ഞങ്ങളുടെ പ്രീവിയസ് എപ്പിസോഡ്സിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് എപ്പിസോഡ്സ് ഉണ്ടല്ലോ. നമ്മുടെ നല്ല ക്ലാസിക്സ് ഉണ്ട്, ഇപ്പോൾ വെള്ളം പോലത്തെ ക്ലാസിക് എപ്പിസോഡ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ബാലയ്യ എൻതൂസിയാസ്റ്റുകളാണല്ലോ ഞങ്ങൾ. നമ്മുടെ ബാലയ്യയുടെ എപ്പിസോഡുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ കൂറപ്പടം എപ്പിസോഡുകളുണ്ട്. അതുപോലെ തന്നെ കൂറപ്പാട്ട് റീൽസ് ഷെയർ ചെയ്യുന്ന ഒരു പരിപാടി, ഒരു പ്രവണത ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അങ്ങനെ കൂറപ്പാട്ടുകളും, പിന്നെ നമ്മുടെ പാല ഷാജി ചേട്ടൻ്റെ പാട്ടുകളും, പിന്നെ നമ്മുടെ മറ്റേ ആളുടെ പേരെന്തായിരുന്നു, ദാസേട്ടൻ കോഴിക്കോട്, അങ്ങനെ സന്തോഷ് പണ്ഡിറ്റ്, ഇങ്ങനത്തെ വലിയ വലിയ ആൾക്കാരുടെ പാട്ടുകളൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. അങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾക്കിപ്പോൾ സ്ഥിരം റീൽസ് സജഷനായിട്ട് എന്തിന് ഞങ്ങളോട് ഈ ക്രൂരത എന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഒരു വട്ടം ഞാൻ ആ കുട്ടിയുടെ പാട്ട് കേട്ടുള്ളൂ, അതോടെ എനിക്ക് മതിയായി. അന്നും അവൾക്കത് പേരും വീണ് കഴിഞ്ഞു. അതെ. അത് കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളിങ്ങനെ ആ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴത്തേനും ആരോ എഴുതിയിരിക്കുന്നു, ഈ കുട്ടി എന്താ കിണറ്റിൽ നിന്നാണോ പാടുന്നതെന്ന്. അന്ന് തൊട്ട് ആ കുട്ടി ഞങ്ങളുടെ കിണറ്റിലെ കുട്ടിയായി. അപ്പോൾ ആ കുട്ടിയുടെ പേരാണ് ഇന്ന് നമ്മുടെ KP തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമ്മുടെ KP നമ്മുടെ കൂടെ ഇനിയിപ്പം അങ്ങോട്ടുള്ള എപ്പിസോഡ്സിലൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ, അതായത് UDC അല്ലാത്ത, ഞാനല്ലാത്ത ആദ്യത്തെ സ്ത്രീ സാന്നിധ്യമാണ് നമ്മുടെ KP. എല്ലാവർക്കും KP ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അധികം ഇൻട്രൊഡക്ഷൻസ് ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്
ഇന്ന് ഞങ്ങൾ കുറച്ച് ജനറലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കെ പിയുടെ ആദ്യത്തെ എപ്പിസോഡാണല്ലോ. സോ ഞങ്ങൾ കുറച്ച് ജനറലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. കെ പി എന്നെക്കാളും ആക്ച്വലി നമ്മുടെ ഈ ചാനൽ ഇന്നേ വരേക്കും വന്നിട്ടുള്ളവരിൽ നിന്നും കുറച്ചുകൂടെ ഒരു യങ്ങർ ജനറേഷനാണ്, കുറച്ചും കൂടെ ഒരു എന്താണ് യൂത്ത് ആണെന്ന് പറയാം. ആക്ച്വലി ഞങ്ങൾ യൂത്താണ്, പക്ഷേ ഇച്ചിരി അമ്മാവൻ വൈബായി തുടങ്ങിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ടുള്ള യൂത്താണ് ഞങ്ങൾ. ബട്ട് ഇത് കുറച്ചും കൂടെ ഒരു യൂത്താണ്. യൂത്ത് എന്ന് ഇപ്പോഴത്തെ നാട്ടുകാർ പറയുന്ന യൂത്തിൽ പെടുന്നതാണ് നമ്മുടെ കെ പി. അപ്പം കെ പിയുടെ പാട്ട് സെലക്ഷൻസ് അല്ലെങ്കിൽ അതേ പുള്ളിക്കാരി ഇങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ലിസണിങ് ടൈപ്പ് ഓഫ് മ്യൂസിക്കും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കുകളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ജനറേഷൻ ഗ്യാപ്പിൻ്റെ ആണോ മ്യൂസിക്, എന്താണ് കെ പിക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടാണോ നമുക്ക് ഈ പാട്ടുകൾ തമ്മിലുള്ള ഒരു ടേസ്റ്റ് ചേഞ്ച് ആകുന്നത്? അത് പ്രായം കൂടുകയും കുറയുകയും ചെയ്യുന്നത് കൊണ്ട് മ്യൂസിക് ടേസ്റ്റുകളിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടോ? ജനറേഷൻ ഗ്യാപ്പ് മാത്രമല്ല, അതിപ്പം എല്ലാരെയും അമ്മാവൻ വൈബ് തള്ള വൈബ് എന്ന് ആൾക്കാർ വിളിച്ചു തുടങ്ങുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് എന്താണ് അതിന്റെ ഒരു പ്രചോദനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഒരു മ്യൂസിക് സെലക്ഷൻ തന്നെ പറയല്ല, അത് പ്രത്യേകിച്ചൊന്നും അതില്. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം മ്യൂസിക് സെലക്ഷൻ എന്ന് പറയും, ഇപ്പം 26 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ 25 to 30 ഒരാൾ റാപ്പ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും മെലഡി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും. അപ്പോൾ ഇതിനകത്തിൽ റാപ്പ് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾ യൂത്തിനും മെലഡി കേൾക്കാൻ അല്ലെങ്കിൽ ഓൾഡ് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാൾ അമ്മാവനാവുകയും ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതോ മൊത്തത്തിൽ 25 to 30 തൊട്ട് അമ്മാവൻ എന്നാണോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ് പറയൂ, കെ പിയുടെ ഒരു അഭിപ്രായം പറയൂ. അങ്ങനെയാണോ തോന്നുന്നത് കെ പിക്ക്? അങ്ങനെയൊന്നും ഇല്ല, അത് പിന്നെ നമുക്ക് ചിന്തിക്കണമല്ലോ. ചിന്തിക്കാൻ എന്തിഷ്ടപ്പെടുന്നു അത് കേൾക്കുന്നു. ഇത് ശരിയല്ല. കണ്ടോ, ഇതാണ് ഈ യൂത്തന്മാരുടെ പ്രശ്നം. നമ്മളെ കുറ്റം പറയാൻ ഇവർക്ക് വയ്യ, എന്നെ കുറ്റം പറയണമെന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ഞങ്ങൾ അധികം വെറുപ്പിക്കാതെ നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകളിലും വെച്ച് തുടങ്ങും. ഇപ്പം കെ പിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണുള്ളത്? എൻ്റെ റീസെൻ്റായിട്ട് ഇപ്പം റാപ്പ് ഇഷ്ടപ്പെടുന്നവൾ എന്ന പേര് വന്നതുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഏറ്റവും മധുരം എന്നുള്ള സിനിമയിലെ പരിമിത നേരം എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ഫേവറേറ്റ്, ഏറ്റവും ഫേവറേറ്റ് എന്ന് ഞാൻ പറയും. അതേത് പാട്ടാന്ന് പോലും എനിക്കറിയില്ല. സോ ലെറ്റ്സ് ലിസൺ ടു ഇറ്റ്. ഒരു ടു ലൈൻസ് നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 ലൈൻ. ഓക്കെ, എൻ്റെ സൗണ്ട് ഒട്ടും ഇതിന് ചേരില്ല, എന്നാലും എല്ലാവരും സഹകരിക്കുക. പരിമിത നേരം പതിയെ പരിചിതരാകാൻ കാലാകാലം താങ്ങായി അനവധി നോട്ടം മനസ്സിന്നറകളിലൂടെ. മിസ് കെ പി, പാട്ട് നല്ല മനോഹരമായിരുന്നു. പക്ഷെ ഇതാണോ കെ പി നിങ്ങളുടെ റാപ്പ്? നിങ്ങൾ കളിക്കുന്നോ? ഞാൻ പ്രായമുള്ള ആളാന്ന് വെച്ച് നീ എന്നെ കളിയാക്കരുത്. റാപ്പ് തന്നെ ആണോ? അല്ല, റാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഈ പാട്ട് ആക്ച്വലി കേട്ടിട്ടുണ്ട്, ബട്ട് പേര് പറഞ്ഞപ്പോൾ എനിക്ക് കത്തിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഇതിന് മുമ്പേ, ഈ എപ്പിസോഡിന് മുമ്പേ ഞങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് എന്ത് ടൈപ്പ് പാട്ടാണ് എനിക്ക് ഇഷ്ടം എന്ന്, UDC എന്ത് ടൈപ്പ് പാട്ടാണ് UDCക്ക് ഇഷ്ടം എന്ന് കെ പി എന്നോട് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഫേവറേറ്റ് പാട്ടുകളിലുള്ളത് ഇപ്പം ഞാൻ എൻ്റെ ഫ്രം ദ ബാക്ക് ഓഫ് മൈ ഹെഡ് ഞാനിപ്പോൾ ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയും, പതിവായി പൗർണമി തോറും എന്ന് പറയുന്ന പാട്ടാണ് എനിക്കിഷ്ടം എന്ന് പറയും. പക്ഷെ അപ്പം എന്താണ് കെ പി അതിനെക്കുറിച്ച് പറയാനുള്ളത്? കേട്ടിട്ട് പോലും അതൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അത് എല്ലാവരും കേട്ട് വെക്കണം. കേട്ടിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഓൾഡ് സോങ്, പക്ഷെ ഭയങ്കര രസമാണ് കേൾക്കാൻ. അല്ലെങ്കിൽ എനിക്ക് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് പറയാനാണെങ്കിൽ, പഴയ പാട്ടുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയണം, എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ഇപ്പം നമ്മുടെ നീലവെളിച്ചത്തിൽ തന്നെ റീമേക്ക് ചെയ്ത് വന്നായിരുന്നു. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു എന്ന് പറയുന്ന പാട്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന പാട്ടായിരിക്കുമല്ലോ, റീമേക്ക് വന്നത് കൊണ്ടല്ലേ. എനിക്ക് ആക്ച്വലി ആ പടത്തിലെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പടവും ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് എപ്പോഴെങ്കിലും ദിഗംബരനും എനിക്കും സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ മൂവി ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. അതിനെക്കുറിച്ച് പിന്നെ പറയാം. ബട്ട് അതിനകത്തിലെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. സോ പൊട്ടിത്തകർന്ന കിനാവ് ഇസ് മൈ അൾട്ടിമേറ്റ് ഫേവറേറ്റ്. എനിക്ക് ഈ മൂവി വരുന്നതിന് മുമ്പേ ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ പഴയ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. നീലവെളിച്ചം ഏത് മൂവിയിലെ പാട്ട്? അല്ല, നീലവെളിച്ചം മൂവി എടിയാ. നീലവെളിച്ചം മൂവി ഇസ് ദ മറ്റേ റീമേക്ക് ഓഫ് നമ്മുടെ ഭാർഗവി എന്നില്ലേ, നീ കണ്ടില്ലേ? അത് നമ്മുടെ ടൊവിനോ തോമസ് ആണ് നമ്മുടെ എഴുത്തുകാരനായിട്ട് വന്നത്. മറ്റേ റീമ കല്ലുങ്കൽ പ്രേതമായിട്ട് വന്ന പടം.
കണ്ടു കണ്ടു. അതാണ് നീല വെളിച്ചം. യെസ്, നീല വെളിച്ചത്തിന്റെ അതിലെ ടോട്ടലി ആ പഴയ ഫിലിം എടുത്തിട്ട് പുതിയ ആൾക്കാർ വന്നിട്ട് അഭിനയിക്കുകയാണ്. പ്രേം നസീറിന് വരെ ആരാണ്, നമ്മുടെ റോഷൻ ആണ് ചെയ്തിരിക്കുന്നത്, പുതിയ നടൻ റോഷൻ. അങ്ങനെ. അപ്പം അടുത്ത പാട്ട് പറയൂ. ഇതൊരു ഒരു എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു വൈബിനനുസരിച്ചുള്ള പാട്ട് പറയും. വൈബാണെങ്കിൽ എൻ്റെ ഡാൻസിങ് വൈബിന് പറ്റിയ 2 പാട്ടുകളാണ് അച്ചോ അച്ചോ അച്ചോ. കേട്ടിട്ടുണ്ടോ എന്തോ? അത് തെലുങ്ക് മൂവിയാണ്, അല്ല തമിഴാന്ന് തോന്നുന്നു. അതെ തമിഴാണ്. അരൺമണി, നമ്മുടെ അരൺമണി 5 പാട്ടാണ്. അതിനകത്തില് വേറെ ഒരു പാട്ടാണ്, അത് തന്നെ. തമന്ന തകർത്ത് അമ്യൂസ്മെന്റ് പാർക്ക് കളിച്ച പടം. തീർച്ചയായും. അതിനകത്തിൽ എന്ത് പാട്ടാണെന്നാ പറഞ്ഞത്? ഒരു 2 ലൈൻ പറയോ? Annabella conjuring എല്ലാം നമ്മ foreign drink അൻപയുന്ന നമ്പർ ചൊല്ലി ദിനവസയും ട്രിങ് ട്രിങ് ട്രിങ്. നന്നായിട്ടുണ്ട്, കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കേൾക്കാറില്ല ഇങ്ങനത്തെ പാട്ടുകൾ. പക്ഷെ ഇതിനകത്തില് എനിക്കിപ്പോ ഒത്തിരി പഴയ പാട്ടുകൾ മാത്രമല്ല എനിക്കിഷ്ടം. അപ്പൊ എന്റെ ജനറേഷന് മൊത്തം ഞാൻ റെപ്രസെന്റ് ചെയ്യുകയല്ല, ഞാൻ ഭയങ്കര വിയേർഡ് മനുഷ്യനാണ് എന്റെ ജനറേഷനിൽ തന്നെ. കാരണം ഈ പറഞ്ഞാൽ ഇത്രയും പഴയ പാട്ടുകൾ കേൾക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയാൻ തന്നെ ഇല്ല. ഇപ്പം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ കണ്ടുപിടിക്കാൻ. ബട്ട് എന്നെ പോലുള്ള ആൾക്കാർ, എനിക്ക് ഇപ്പം ഇപ്പോഴത്തെ പാട്ടുകളിലും എനിക്കിഷ്ടമുള്ള പാട്ടുകളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേമലുവിലെ പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ്. അതിനകത്തിൽ നമ്മുടെ മാർക്കോസ് പാടിയ ഒരു പാട്ടുണ്ട്, അതെനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. നമ്മുടെ NTR സിറ്റിയിൽ പോയി വരുങ്ക ചാർമിനാർ പ്രേമിക്കൂടൂ, നല്ലൊരു സ്ഥല പാട്ട്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകളും എന്താണ് എനിക്കിഷ്ടമാണ്. ബട്ട് ഡെഫിനറ്റ്ലി എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള, ഇപ്പം പുതിയ പടമാണെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. നമ്മുടെ ഇസ്രയേലിലെ ഒരു പാട്ടുണ്ട്, ഇരുളു നീളും രാവേ പുലരി എങ്ങേ ദൂരെ. ഇങ്ങനത്തെ പാട്ടുകളാണ് എൻ്റെ ടൈപ്പ് പാട്ടുകൾ. ഇപ്പം വേറൊരു പാട്ട് പറയുന്നത് ആൾക്കാർ അധികം കേട്ടിട്ടില്ല, അതല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പാട്ടുകളാണ് എൻ്റെ. ഞാൻ ഇച്ചിരി വിയേർഡ് പാട്ട് കേൾക്കുന്ന ആളാണ്. അപ്പം ഇതൊക്കെ ആക്ച്വലി മെലഡീസ് ആണെന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു നിഗൂഢ പാട്ടുകളുടെ ഇടയിൽ പെടുന്നതാണെന്ന്. ഇപ്പം സ്പിരിറ്റിലെ പാട്ടുകളെല്ലാം നല്ല മഴ കൊണ്ട് മാത്രത്തിനേക്കാൾ എനിക്കിഷ്ടം മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ, ആ പാട്ടാണ് എനിക്കിഷ്ടം. സോ അപ്പോൾ അങ്ങനത്തെ പാട്ടുകളുണ്ട്. ഒരു നാടകം ടച്ചാണോ അത്? നാടകം എന്ന് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല, കാരണം നാടകപ്പാട്ടുകൾ മാത്രമല്ല, പക്ഷെ നാടകപ്പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പണ്ടത്തെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു നാടകപ്പാട്ട് ശാരദാംബരം ചാരുചന്ദ്രിക. പക്ഷെ ആ മൂവിക്കകത്തിൽ എനിക്ക് കാത്തിരുന്നു ഒക്കെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എന്റെ സെലക്ഷൻസ് കൂടുതലും എന്റെ ലിറിക്സും കൂടെ ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് എന്റെ ലിറിക്സ് നോക്കുന്നവരെപ്പോഴും പഴയ പാട്ടുകളിലോട്ട് തന്നെ. തീർച്ചയായും. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങള് ഇച്ചിരി ലിറ്ററേച്ചർ ബേസ്ഡ് ആണ്. ഞങ്ങളുടെ ആക്ച്വലി ഞങ്ങളുടെ ചാനലിലുള്ള ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 50% മനുഷ്യന്മാരും ലിറ്ററേച്ചർ തന്നെയാണ്. മേ ബി അതിൽ നിന്ന് വരുന്നതായിരിക്കും. ഭാഗ്യവശാൽ നമ്മുടെ ബോണ്ടണ്ണൻ, അതുപോലെ സിൻസണ്ണൻ ആയിരുന്നു, പക്ഷെ സിൻസണ്ണൻ ഇപ്പൊ ഇച്ചിരി ഡോക്ടർ സിൻസിന്റെ വഴി ചെറുതായിട്ടും തിരിച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ KP ഒരു ഡിഫറെന്റ് ഫീൽഡിൽ നിന്ന് വരുന്നതാണ്. മേ ബി അതിന്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ്. ഞാനാണ് ട്യൂൺ മാത്രമേ നോക്കൂ. ട്യൂൺ ഇഷ്ടപ്പെട്ടോ പാട്ട് ഞാൻ സോറി എനിക്കത് പറ്റേയില്ല. ഐ നീഡ് ദ ലിറിക്സ്. എനിക്ക് ലിറിക്സ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഇപ്പം എന്നെ അട്രാക്ട് ചെയ്യുന്ന പാട്ടുകളിൽ ഇപ്പം മേ ബി ഇപ്പം മണിമുറ്റത്താവണിപ്പന്തൽ അങ്ങനത്തെ പാട്ടുകളെക്കാളും പിന്നെയും പിന്നെയും രണ്ടിലൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മണിമുറ്റത്താവണിപ്പന്തൽ. എനിക്ക് തുള്ളണം. നീന എങ്ങനെ തുള്ളിയോ അതുപോലെ തുള്ളണം. അത് എന്നോട് പറയാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് പറയും, നീ ഇങ്ങനെ മരണപ്പാട്ട് തന്നെ കേട്ടോണ്ടിരിക്കുക, ദ്രവിച്ച പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിന്റെ തലയിൽ ഓട്ട വരും, തുരുമ്പെടുത്ത് പോകുമെന്ന് പറയാറുണ്ട്. സോ തുരുമ്പെടുത്ത പാട്ടുകൾ ആക്ച്വലി തുരുമ്പെടുത്ത പാട്ടുകൾ മാത്രമല്ല അല്ലേ നമുക്ക്. ഇപ്പം നീ ഒരു പാട്ട് പറയൂ, നിന്റെ എന്താണ് എനിക്കിഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പാട്ട് പറയും, അതായത് മെലഡി അല്ലാത്ത എനിക്കിഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പാട്ട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാൻസിന് പറ്റിയ ഒരു ബീറ്റ് ഉള്ള സോങ് പറയുകയാണെങ്കിൽ നമ്മുടെ ഉദിത് നാരായണന്റെ മുന്തിരി പടം നിക്കണ മുറ്റത്ത് കൊണ്ടുപോവാ. നാരായണൻ എന്ത് പാടിയാലും ബ്യൂട്ടിഫുൾ. വേറെ പാട്ടുണ്ടോ ഉദിത് നാരായണന്റെ പെട്ടെന്ന് വരുന്നത്?
എനിക്ക് ആക്ച്വലി ഉദിത്നാരായൺ പറയുമ്പോ തന്നെ എനിക്ക് മുന്തിരിപ്പാടാണ് വരുന്നത്. ചിലമ്പള്ളിക്കാറ്റ് ഒന്ന് ചുറ്റി അടിച്ചാട്ടെ, മഴത്തുള്ളി കണ്ടിച്ചാട്ടെ, മിന്നലെറിഞ്ഞാട്ടെ. ശരിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു എനിക്ക് റാപ്പേഴ്സിനെ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ജാസ് മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് മ്യൂസിക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയണം, അത് ഓൺ ദാറ്റ് നോട്ട് എനിക്ക് ഒരാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം മാഡ് അബൌട്ട് ഹിസ് മ്യൂസിക്. അത് ആരാണെന്ന് അറിയാലോ? ജാസി ഗിഫ്റ്റ്. ജാസി ഈസ് ഗോഡ് മാൻ. എനിക്ക് ഏത് ജനറേഷനും ഇപ്പം വയസ്സുള്ളവരുടെ കേസ് മാത്രമായിട്ട് എടുത്താൽ ഇച്ചിരി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പക്ഷെ നോ എന്റെ അമ്മയൊക്കെ ഭയങ്കര ജാസി ഗിഫ്റ്റ് ഫാനാണ്. ചിലവർക്കൊന്നും അത്ര പിടിക്കത്തില്ല. പക്ഷെ ലജ്ജാവതി പോലത്തെ പാട്ടാണ് ഇപ്പൊ അതുപോലത്തെ പാട്ടല്ലാതെ ഇങ്ങനെ മെലഡി പോലത്തെ പുള്ളി പാടിട്ട് അത് എത്ര വേറൊരാൾ പാടിയാൽ എങ്ങനൊക്കെ മെലഡി ആവാമായിരുന്നു അത്. എന്നാൽ അതിനെ തന്റെ സ്റ്റൈൽ കൊണ്ട് യുണീക്കാക്കി മാറ്റിയ ആളാണ്. തീർച്ചയായിട്ടും. ജാസിയുടെ ഫേവറേറ്റ് പാട്ട് ഏത്? ജാസിയുടെ എല്ലാം ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ഇച്ചിരി എല്ലാവരും എന്നെ പുച്ഛിക്കുന്ന രീതിയിലുള്ള സെലക്ഷനാണ് എൻ്റെ പാട്ടുകൾ. അതായത് ഒന്ന് ഉട്ടപ്പി പോണ വഴി ഏത്, ശരിക്കും വിജയലക്ഷ്മിയാണ് അതിന് മെയിൻ സംഭവം കൊടുത്തതെങ്കിലും ജാസി ഉണ്ട് ഇതിനകത്ത്. ആ പാട്ട് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഉട്ടോപ്യ പോണ വഴി എന്നൊരു സാധനമുണ്ട്, ഉട്ടോപ്യയിലെ രാജാവ്. നമ്മുടെ പ്രേക്ഷകർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള എപ്പിസോഡാണ്. ഉപ്പിന് പോണ വഴി ഏത്, ഉട്ടോപ്യയുടെ വടക്കേത് എന്നൊക്കെ പറഞ്ഞ് തെക്കും വടക്കും പോയി എത്തുന്ന ഒരു പാട്ടാണത്. ഉട്ടോപ്യയിലെ രാജാവ്. എനിക്ക് ആക്ച്വലി ജാസിയുടെ ഫേമസ് പാട്ടുകളാണ് കുറച്ച്. പിന്നെ ഉണ്ട് ഇന്ന് പെണ്ണിന് സിന്ദൂര നാള്, അതെന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അത് ആക്ച്വലി ജാസി ആണെന്ന് ഞാൻ ഓർത്തിട്ടില്ല കേട്ടോ. അതൊരു ജാസി സിഗ്നേച്ചർ ഉള്ള പാട്ടല്ല, അത് നമ്മൾ പെട്ടെന്ന് ആലോചിക്കില്ല. ശരിയാണ്. പക്ഷെ എനിക്കിഷ്ടമുള്ളത് മറ്റേ നമ്മുടെ നിന്റെ മീഴമൂനെ കൊണ്ട് അത് നമ്മള് പാടിയ ശരിയാവില്ല, അതാണ് അദ്ദേഹത്തിന് പാടി വൈബാക്കിയ ഒരു പഴയ സ്റ്റാർ സിംഗർ താരത്തെ ഈയിടെ ഇൻസ്റ്റയിലൊക്കെ കാണാറുന്നല്ലോ. പേരെനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ എന്തോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പൊ സംഗീത മേഖലയൊക്കെ വിട്ട്. ലജ്ജാവതി എന്ന് തോന്നുന്നു. ലജ്ജാവതി എക്സാക്ട് എങ്ങനെ ജാസി പാടിയോ അതുപോലെ തന്നെ പാടിയ ഒരു പുള്ളി ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാനുണ്ടല്ലോ ഈ മറ്റേ മ്യൂസിക് റിയാലിറ്റി ഷോസ് ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാർ സിംഗർ പോലത്തെ, ഞാൻ ആക്ച്വലി സ്റ്റാർ സിംഗർ മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്റ്റാർ സിംഗർ അല്ലാതെ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. മേ ബി അമ്മ കൂടുതലും സ്റ്റാർ സിംഗർ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഈ വട്ടം നിങ്ങൾ എന്താണ് KPക്ക് എങ്ങനെയാണ് വേറെ മ്യൂസിക് റിയാലിറ്റി ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ട്? മ്യൂസിക് റിയാലിറ്റി ഷോ മെയിനായിട്ടും മറ്റേ കൊച്ചു പിള്ളേരുടെ പേര് ഫ്ലവേഴ്സിലൊരു ഇതുണ്ടായിരുന്നല്ലോ, സ്റ്റാർ മാജിക് അല്ല, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. അതിൽ കുഞ്ഞുങ്ങളുടെ പാട്ട് എന്ത് ക്വാളിറ്റി ആയിട്ടാണ് അതിൽ. നമ്മളിപ്പോൾ ഒരു സ്കൂളിൻ്റെ മഹിമ പറയുന്ന പോലെ ഭയങ്കര ഒരു കൊച്ചിനെ എങ്ങനെയൊക്കെ പാട്ടിലൊരു ഗ്രാജുവേഷൻ കൊടുക്കുന്ന പോലെയാണ് കുഞ്ഞു കുട്ടികൾക്ക് ടോപ്പ് സിംഗറിൽ അവർക്ക് എന്തുവാ റിമാർക്സ് അവരെ ആക്കി വിടുന്നത്. ഓക്കെ. ഞാൻ ആക്ച്വലി വേറെ ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ ഈ വട്ടത്തെ എൻ്റെ ഫേവറേറ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വട്ടത്തെ സ്റ്റാർ സിംഗർ ഞാൻ കേട്ടായിരുന്നു. കാരണം ഈ വട്ടത്തെ സ്റ്റാർ സിംഗർ നെവർ എൻഡിങ് ആണ്, ഒത്തിരി നാളായിട്ട്. ഇപ്രാവശ്യത്തെ സ്റ്റാർ സിംഗർ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ആരാണ് ഫേവറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത്? പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി പാട്ടുകാരൻ ഋത്തിക എന്നാന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. മറ്റേ പാടാൻ വനമാലി പാടിയ ഉറപ്പില്ല, മറ്റേ ദിശയുടെ കൂടെ ഒരു ഡ്യുവറ്റ് പാടിയ കൊച്ചാണ് അവള്. എനിക്ക് ആ കൊച്ചിന്റെ വോയിസ് ആണ് ഏറ്റവും ഇഷ്ടം. ശ്രീരാഗ് കണ്ണാടി വെച്ച് എനിക്ക് ഭയങ്കര പുള്ളിക്കാരന്റെ പാട്ട്. ശ്രീരാഗിന് എനിക്ക് ശ്രീരാഗ് മോഡുലേറ്റ് ചെയ്യുന്ന ഓരോ പാട്ടുകാരുടെ അനുസരിച്ച് പാടുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ. അല്ല പക്ഷേ ഉണ്ടല്ലോ ഇപ്പം ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം മനോടെ ഒരു പാട്ട് പാടിയായിരുന്നു. ഇത് ഏത് പാട്ടായിരുന്നു എക്സാക്ട്ലി ഓർക്കുന്നില്ല. അല്ല അങ്ങനത്തെ പാട്ടല്ല. മനോയുടെ സിഗ്നേച്ചർ പാട്ടുകളിലൊന്നായിരുന്നു. പക്ഷെ അതിനത്ര നല്ലൊരു കമന്റ് അല്ല കിട്ടിയത്. സോ ദാറ്റ് വാസ് റിയലി സാഡ്. എനിക്ക് ആ പാട്ട് പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ പാട്ട്. ശ്രീരാഗും അനുശ്രീയും കൂടെ പാടിയ രാജാവിൻ പാർവൈ കേട്ടായിരുന്നു. അവരുടെ ഡ്യുവറ്റ് അതിന് 100 കൊടുക്കാം. വളരെ മാത്രമല്ല അന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ജഡ്ജസിന്റെ വക അനുരാഗം വിളമ്പലൂടെ ഉണ്ട്. എനിക്ക് അതൊട്ടും ഇഷ്ടമല്ല. എനിക്ക് സ്റ്റാർ സിംഗറിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം. അതുകൊണ്ട് ഞാൻ യൂട്യൂബിലാണ് സ്റ്റാർ സിംഗർ. എനിക്ക് തോന്നുന്നു ശ്രീരാഗ് അതുകൊണ്ട് ഇച്ചിരി ഒരു
അപ്പം ബുദ്ധിമുട്ടില്ലാതെ ഓപ്പോടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് അവരുടെ ഡുവറ്റിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു അകലേകലെ നീലാകാശായിരുന്നു. റീസെന്റ് പിന്നെ അതെ അതെ പഴയ പാട്ടുകൾ ഇഷ്ടമായിരുന്നു. രാജാവിൻ പാർവ എന്റെ ഒരു രാജാവിൻ പാർവ ഭയങ്കര നല്ലതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഞാൻ ഫെമിലിയർ ആയിട്ടുള്ള രാജാവിൻ പാർവ ഏതാന്നറിയാം, നമ്മുടെ ലാലേട്ടന്റെ അതന്നെയാണ് ഫസ്റ്റ്. ഞാൻ അത് വിചാരിച്ച ആദ്യം അതായിരിക്കും. അതാണ് എനിക്കറിയാവുന്നത്, നമ്മുടെ രാജാവിൻ പാർവ റാണിയിൻ പക്കം. അത് തീർച്ചയായിട്ടും നമ്മുടെ ലാലേട്ടന്റെ കുതിരയിലുള്ള. അപ്പോൾ അങ്ങനെ അകലകല നീലാകാശാണെങ്കിലും എൻ്റെ ഫേവറേറ്റ് സോങ്സിലൊന്നാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ലിറിക്കൽ വൈസ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. നിത്യസുന്ദര നിർവൃതിയായി നിൽക്കുകയാണ് ഈ ആകാശം. ലിറിക്സ് ആണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം അങ്ങനെ പറഞ്ഞ് പിന്നെന്താണ് പറയാനുള്ളത്, നമ്മുടെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴത്തേനും പെട്ടെന്ന് ജാസിയുടെ പാട്ടുകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ. ജാസി ഒരു വേറെ ലെവലാണ് അല്ലേ, അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ സംഭവങ്ങൾ. എനിക്ക് ബ്രാൻഡ് ഉണ്ട്. നമുക്കതൊരു പ്രത്യേക എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സിംഗർ. വേറൊരു സിംഗർ ഉണ്ട് അതുപോലെ എനിക്കിഷ്ടമുള്ള ഒരു സിംഗറാണ് വിനീത് ശ്രീനിവാസൻ. വിനീത് എന്തും പോകും എന്നുള്ള ഒരു രീതിയാണ്. എന്തൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ഇങ്ങോട്ടും ചെല്ലാം. എന്നാ അധിക സംഗതികൾ വരുന്ന സൗണ്ട് ആണെന്നൊന്നും നമുക്ക് തോന്നുന്നു പോലുമില്ല. അല്ല അതേ പാട്ട് പഠിച്ച ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണോ? അതേ പാട്ട് ഉണ്ട്, പക്ഷെ അത്ര അങ്ങ് വലിയ പാട്ട് പഠിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും. പക്ഷെ അപ്പം വിനീതിന്റെ ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ അത് പറയും. വിനീതിനെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നരൻ പാടിയിട്ടാന്ന് തോന്നുന്നു. ഓ നരൻ. എന്നാലും അതിലും കൊച്ചുങ്ങളുടെ ക്ലാരിഫിക്കേഷൻ കേട്ടോ, സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്തതില്. വിനീത് ശ്രീനിവാസന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിനീതുകളുടെ ഇഷ്ടമുള്ള പാട്ട് പുസ്തകമങ്ങനെ തിന്നും അടുത്ത് മസ്തിഷ്കത്തിൽ ചുതലായി മൊത്തം പേർക്കും ഭ്രാന്തായി. ആ മൊത്തമൊക്കെ ഇടുന്നതിനൊരു വൈബ് ഉണ്ട്. അല്ല അതുപോലെ തന്നെ മറ്റേ പാട്ടുണ്ട്, എന്താ നിൻ മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണീ നെഞ്ചം. എന്തായിരുന്നു സ്റ്റാർട്ടിങ്? പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്. അപ്പം ഇങ്ങനെ യുവജനങ്ങൾക്കിടയിൽ തരംഗമുണ്ടാക്കിക്കൊണ്ട് വിനീത് കടന്നു വന്നു. തീർച്ചയായിട്ടും അത് ഭയങ്കര ഡിഫറെന്റ് സൗണ്ട് ആയിരുന്നു, ഭയങ്കര ഹുക്ക്. എനിക്ക് പക്ഷെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് ആക്ച്വലി എന്റെ ഫേവറേറ്റ് സിംഗേഴ്സിൽ ഒരാളാണ് റിമി ടോമി. റിമി ടോമി വിനീത് ശ്രീനിവാസന്റെ കോംബോ എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് കോമ്പോസ് എന്തൊക്കെ ഒത്തിരി ഇല്ല, എനിക്ക് പെട്ടെന്ന് എനിക്ക് ചിന്തയിൽ വരുന്നത് ഇതാണ്, നമ്മുടെ കരളേ കരളിന്റെ കരളേ. അത് അപ്പന് വേണ്ടി മകൻ പാടിയത്. അത് റിമി ടോമിയുടെ പോർഷൻസ് അതിലും ബ്യൂട്ടിഫുൾ ആണ്. ഞാനില്ല നിന്നോട് കൂടാൻ. ഭയങ്കര രസമാണ്. റിമി ടോമിയുടെ ഫേവറേറ്റ് പാട്ടുകൾ? റിമി ടോമിയുടെ ഫേവറേറ്റ് അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ എന്നാലും വാസ്കോഡ ഗാമ, അതാണ് പെട്ടെന്ന് വരുന്നത്. കൊച്ചിയിലെ മച്ചുനനെ കച്ചിമുറുക്ക്. ഓക്കെ, ആക്ച്വലി ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടില് എല്ലാവരും ഇങ്ങനെ നമ്മുടെ കെപിയുടെ പാട്ടുകൾ കേൾക്കാറുണ്ട്. അപ്പം കെപിയുടെ പാട്ടുകൾ പൊതുവെ ഞങ്ങളുടെ വീട്ടിൽ അറിയപ്പെടുന്നത് ഒരു സൈനോര വൈബുള്ള പാട്ടുകളായിട്ടാണ്. അപ്പൊ നമുക്ക് സൈനോരയിലേക്ക് എത്താം. അതെ, സൈനോര. പക്ഷെ ഞാൻ സൈനോരയിലെ ഒത്തിരി പാട്ടുകൾ എനിക്ക് അറിയില്ല, കുറച്ച് പാട്ടുകളെ എനിക്ക് അറിയത്തുള്ളൂ. പറഞ്ഞോളൂ സൈനോരയിൽ എത്തിച്ചേരാൻ കാരണം പുതിയ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സിനിമയാണ് പുതിയ നിയമം. അപ്പൊ അതില് അവിടെ പെൺപവർ കാണിക്കുന്ന ഒരു പാട്ടാണ് തിരുമകളുടെ പക മിഴിയിൽ ഇരുതേ കനലിൽ പക എന്ന് പറഞ്ഞ. ക്ലാസിക്കൽ പോർഷൻസ് പാടിയത് വേറെ ആരോ? ക്ലാസിക്കൽ മഞ്ചരിയാ പാടിയത്. മഞ്ചരിയും സൈനോരയും കൂടെ ചേർന്നപ്പം ഗോപി സുന്ദറിന്റെ മ്യൂസിക്കില് ഇരുവരും ചെയ്ത സംഭവമാണിത്. അതിന്റെ ഒരു 2 ലൈൻ നമ്മുടെ സൈനോരയുടെ 2 ലൈൻ. പെണ്ണിനു ചിലമ്പിന്റെ നട്ടുന്ന ചക്കിലുക്കത്തിൽ നഗരമി തിരയണ കനലിടും ഒരു പക തന്നെത്താൻ അടച്ചിട്ട മുറിക്കുള്ളിൽ അടവച്ച് വിരിയട പുതിയൊരു കിളിമകളുടെ പക. അങ്ങനെ പോകും. ഇച്ചിരി ശ്വാസം പിടിച്ചു വെക്കാനുള്ള ശേഷി കുറഞ്ഞത് കൊണ്ട്. പിന്നെ സൈനോരയുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ്? എനിക്ക് ആക്ച്വലി ഈ പാട്ട് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള സൈനോര പാട്ടുകളിൽ ഒരെണ്ണമാണ് ഇത്. പിന്നെ വേറെ നമുക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പാട്ട് ഏതാണ്? എനിക്ക് റെയിനിൽ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നില്ലേ?
റെയിൻ റെയിൻ കം അഗൈൻ മൂവിക്കകത്തിലോ ഇല്ല, അത് ഇല്ലേ? അത് ജാസി ഗിഫ്റ്റ് ആണ്. അത് ജോസ്നയുടെ പാടി. ഓ ജോസ്ന, ഓക്കെ. അത് മറ്റേ ഇതാണല്ലേ, ജോസ്നയുടെ റീസെന്റ് ആയിട്ട് കുറെ ജോസ്ന അന്നായിരുന്നു ഹിറ്റ്, ആ ഒരു കാലത്തായിരുന്നല്ലേ കൂടുതലും ഹിറ്റ് ആയിട്ട് നിന്നത്. അതെ, ആ ഒരു സമയത്തല്ലേ, ആ ഒരു റെയിൻ റെയിൻ്റെ സമയത്തായിരുന്നു. ലവ് 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 ലെറ്റർ ഇനിയുണ്ടല്ലോ, മനസ്സിന്റെ മെസ്സഞ്ചർ സുഖമാണോ ഈ നിലാവ്, അത് ജോസ്നയുടെ ഒരു കൊഞ്ചല് ചേർത്ത് ഉള്ള സെറ്റ് പാട്ടുകൾ. മറ്റേ പാട്ടായിരുന്നു പാടിയത്, മറ്റേ ഗോളിനകത്തിലൊരു പാട്ടില്ലേ, അറിയാമോ ആ പാട്ട്? എന്താണിന്ന്, എനിക്കൊന്ന് ശ്വേതയാണ് പാടിയതെന്ന് തോന്നുന്നു, അത്ര ഉറപ്പില്ല. മോഹൻ മോഹൻ. ആക്ച്വലി ആ ഒരു ഗ്രൂപ്പിലുള്ള പാട്ടുകാരെല്ലാവരും എനിക്ക് തോന്നുന്നു ആ സമയത്തായിരുന്നു ഭയങ്കര ഹിറ്റായിട്ടുള്ള ഈ പാട്ടുകൾ എല്ലാരും നിന്നത് അല്ലേ. നമുക്ക് നമ്മുടെ വിധു പ്രതാപിനെ നമ്മൾ പറഞ്ഞില്ലല്ലോ, എത്ര പേരെ പറഞ്ഞു. വിധുവിനെ ഒരിക്കലും വിടാൻ പാടില്ല, അതും ഗസ്റ്റുകളിൽ തമാശ പറയാൻ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളു ഇപ്പോൾ. വിധു ഇച്ചിരി കൂടി പോകുന്നുണ്ടോ? അതെ, ഇടയ്ക്ക് റിമിയും കൂടെ ഒക്കെ ആയി ചേരുമ്പം നന്നായി കൂടുന്നു. അല്ല, റിമിയാണോ ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്നത് ജഡ്ജ്? അല്ല, റിമിയും വിധു ഒക്കെ ഒരേ വൈബാണ്. സൂപ്പർ ഫോറിലായിരുന്നു സിത്താര, ജോസ്ന ഇവരൊക്കെ. അപ്പം വിധുവിന്റെ ഒരു പാട്ട് എന്ത് പറയുന്നു? വിധുവിന്റെ പെട്ടെന്നൊരു പാട്ട് പറയാൻ ചോദിച്ചാൽ നമ്മുടെ ചിങ്ങമാസം വിധുവിന്റെ ആണോ? അല്ല, വാളെടുത്താൽ അങ്കക്കലി. നമ്മുടെ വിധു. അതുപോലെ തന്നെ ജോസ്നയോടൊപ്പം സുഖമാണോ ഈ നിലാവ്, അത് ശരിയാണ്. വിധുവിന്റെ ഒരു വേറെ വോയിസ് തന്നെയാണ്, അധികം വേറെ ആർക്കും വിധുവിന്റെ വോയിസ് നമ്മൾ കേട്ടിട്ടില്ല, കിട്ടുന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് ലാസ്റ്റായി പാടിയത് മറ്റേ അടികപ്പ്യാരെ കൂട്ടമണി, മറ്റേ മണിമാരാ നിന്മാറിൽ ആ പാട്ട് എനിക്കറിയത്തില്ല. എനിക്ക് മറ്റേ പാട്ട് അറിയത്തുള്ളൂ, മറ്റേ എന്താ അതിന്റെ ഒരു ബീറ്റ് ഉള്ള പാട്ടില്ലേ, നല്ലൊരു ഉല്ലാസ ഗായികേ ആ പാട്ട് എനിക്കറിയത്തുള്ളൂ. എനിക്ക് മറ്റേ പാട്ട് അറിയത്തില്ല. അതിന്റെ ഇടയ്ക്കത്തെ പോർഷൻ രമ്യ നമ്പീശൻ പാടിയിട്ടുള്ള. ഇതുപോലെ പറഞ്ഞു തീർന്ന ഈ ചെയിൻ തീരത്തില്ല. ഓ റൈറ്റ് ഗുജറാത്തി കാർത്തല കിട്ടിയത് അദ്ദേഹമാണ്. ഗുജറാത്തി കാർത്തല കിട്ടിയ മലയാളം. എനിക്ക് ആക്ച്വലി മറ്റേ നമ്മുടെ സലീം കുമാർ വേർഷനാണ് കൂടുതൽ. ഹിന്ദുത്വം എനിക്കതാണ് കൂടുതൽ ഗുജറാത്തി. അപ്പം അങ്ങനെ അപ്പൊ എന്താണ് പറയുന്നത്, നമുക്കൊരു എക്സാക്ട്ലി ഒരു ചട്ടക്കൂടിലിട്ട് നമുക്കൊരു ഏജിനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഏജിനെ ഇന്ന ഏജിലുള്ള ആൾക്കാർ അമ്മാവനാണ്, അമ്മായിയാണ്, അല്ലെങ്കിൽ ആൻറ്റി വൈബാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരാണ്, ലിസണേഴ്സാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അല്ലേ. നമ്മുടേതെന്ന് പറയാനായിട്ട് ഒരു പാട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എന്താണേലും എന്നെ ദ്രവിച്ചവളെ എന്നാണ് നാട്ടുകാർ വിളിക്കാറ്. എന്റെ പാട്ടൊന്നും ഒരു മനുഷ്യൻ കേട്ടിട്ടുമില്ല, ആർക്കും വേണ്ടാതെ കളഞ്ഞ കുറെ പാട്ടുകളുണ്ടല്ലോ. അത് പുതിയ പാട്ടുകൾ. പഴയ പാട്ടുകൾ ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ലാതില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താണെങ്കിലും ഈ എപ്പിസോഡ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്കൊരു 30 minutes ആണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. നമ്മളതിൽ കടന്നു പോയോ എന്ന് എനിക്കറിയില്ല, നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു 2 ലൈൻ പാട്ട്, ഈ 2 ലൈൻ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫേവറേറ്റ് സോങ്സ് പറഞ്ഞിട്ട് നിർത്താം. അതായത് ഈ എപ്പിസോഡ് ഒരു ധമാക്കേദാർ എപ്പിസോഡ് എന്ന് പറയാനുള്ള രീതിയിലുള്ള ഒരു പാട്ട്. ടേസ്റ്റുകൾ തന്നെ പാടണോ? വേണമെന്നില്ല. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഡീറ്റെയിലും കൂടെ ആഡ് ചെയ്തത്. ഈ പെണ്ണിന്റെ ചിലമ്പിന്റെ പറഞ്ഞപ്പോൾ ഞാനൊരു ബാഡ് മെമ്മറി പെട്ടെന്ന് ഓർത്തു. അതായത് ഞാനൊരു പാട്ടുകാരി അല്ല എന്ന് ഞാൻ KP-യോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പക്ഷെ KP അത് ഓർക്കാറില്ല. KP എന്നെ കിണറ്റിലെ പെൺകുട്ടിയാക്കിയ പാട്ടായിരുന്നു അത്. നമ്മുടെ മഞ്ചരിയല്ലേ, നമ്മുടെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ ഒരു മഞ്ചരിയുടെ കൊഞ്ചല് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്തില്. മഞ്ചരിയുടെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ്, ഇത് നീണ്ടുപോകുന്നുണ്ടെന്നറിയാം എന്നാലും പറയുമോ ഇതൂടെ. കയ്യെത്താ ദൂരത്തോ കണ്ണെത്തണം, കൈന്നെത്താ ദൂരത്തോ ചെന്നെത്തണം,
ശരിയാണ്, നല്ല പാട്ടാണ്. എനിക്ക് പക്ഷെ ചിമ്മി ചിമ്മി എനിക്ക് ക്രോസ് ചെയ്യാൻ വേറെ ഒരു പാട്ടില്ല. കാരണം അതിന്റെ അകത്തൊരു ഡയലോഗും ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. നോക്ക് ഇനിയിപ്പോ പാടി കഴിഞ്ഞാൽ എന്റെ സൗണ്ട് ഒക്കെ ഇടറാൻ തുടങ്ങിയിട്ടുണ്ട്. രാത്രിയിലെ മെഡിസിന്റെ ടൈമായി. ഓക്കെ, അപ്പം അത് ഞാൻ പറയാൻ വന്നതാണ്. അതായത് നമ്മുടെ പെണ്ണിന്റെ ചിലമ്പിന്റെ എന്ന പാട്ട് എന്നെ കൊണ്ട് മഞ്ചരിയുടെ വെർഷൻ പാടിപ്പിക്കാൻ നമ്മുടെ KP ഒരു ശ്രമം നടത്തിയായിരുന്നു. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. നാട്ടുകാരെ കേൾപ്പിക്കാൻ പറ്റൂല, നാണം കെടുത്തി കളഞ്ഞു. നാട്ടുകാർ കേട്ടു. കാബാലിക. കാബാലിക പറയുമ്പോഴാണ് നമ്മുടെ അപ്കമിങ് എപ്പിസോഡ്സിൽ നമ്മൾ കാബാലികയുടെ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അതൊരു പഴയ ഫിലിമാണ്. കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി കം ചെക്ക് ഔട്ട് ആ ചാനൽ. അപ്പം നമ്മുടെ ഫൈനൽ സോങ് വെച്ച് നമുക്ക് നിർത്താം. എന്താ പറയുന്നു? നിർത്താം. ഏതാണ് പാട്ട്? അതും UDC പഠിക്കുള്ളൂ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അത് ശരി, അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? എൻ്റെ എപ്പോഴും ഞാൻ ഭയങ്കര മൂഡിയായിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ എനിക്ക് പാട്ടുകൾ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ മൂടി പാട്ടുകളാണ് എടുക്കാറ്. കാരണം എൻ്റെ മൂഡിനെ സെറ്റ് ചെയ്യുന്ന പാട്ടുകളും പഴയ പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു അത് ആൾക്കാർക്കും ഏകദേശം കുറേ ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പം എനിക്ക് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പാതിരാമഴയിലോ ഹംസഗീതം പാടി. ആ പാട്ട് എനിക്ക് അതിനകത്തിലെ ആ മൂവിക്കകത്തിലെ തന്നെ അന്തിവയിൽ പൊന്നുതരും ഏതൻ സ്വപ്നവുമായി. അപ്പം അങ്ങനത്തെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഗോ ടു പാട്ടെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒത്തിരി പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല, നട്ടർ കല്ലെറിയും. യൂട്യൂബ് ആയതുകൊണ്ട് കല്ലെറിയാൻ പറ്റില്ലല്ലോ, സ്വന്തം മൊബൈലായി പോയല്ലോ, വന്ന് തെറി വിളിക്കാൻ ചാൻസ് ഉണ്ട്. സോ പറയൂ, എന്താണ് കിട്ടിയ പാട്ട്? അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് വരുന്ന എനിക്ക് എൻ്റെ പാട്ട്, എനിക്കിഷ്ടമുള്ള പാട്ട് ഇതാണ് എന്ന് തോന്നുന്ന പാട്ട് ഇതാണ്. പാട്ടുകൾ എന്ന് പറയുമ്പം എന്നെ ഹിന്ദി പറയാമോ? പിന്നെന്താ, എനിക്ക് ആദ്യമായി ഞാൻ പാടുന്നത് എൻ്റെ +2 ജീവിത പഠനകാലത്താണ്. അപ്പം എനിക്കന്ന് കിട്ടിയ പേരാണ് ദിൽബർ എന്നുള്ളത്. അപ്പോൾ അത് ഒരു പാട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൂ മേരാ ഖ്വാബ് ഹൈ തൂ മേരേ ദിൽ കാ ഖരാർ देख ले जाने मन देख ले बस एक बार चैन हो गया है कुछ तो हो गया है चैन हो गया है कुछ तो हो गया है तुमसे मिलने के बाद दिलबर तुमसे मिलने के बाद दिलबर. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. എനിക്ക് പോപ്പ് സോങ്സ് ഇഷ്ടമല്ലെങ്കിലും ബീറ്റ്സ് ഉള്ള പാട്ട് ഇഷ്ടമല്ലെങ്കിലും നമുക്ക് ഡെഫിനറ്റ്ലി ഹിന്ദി പാട്ടിന്റെ ഒരു എപ്പിസോഡ് നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യണം. അപ്പോൾ അതിൽ ബ്രേക്കപ്പ് സോങ് എന്ന് പറയുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, വേറെ അങ്ങനത്തെ പാട്ടുകളില്ല. അപ്പൊ അങ്ങനത്തെ എനിക്ക് വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും വിവരമുള്ള ആരെങ്കിലും വിളിച്ചോണ്ട് ഞാൻ വരാം. ഇന്നിപ്പോ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവൈലബിൾ. സോ നമുക്ക് ഇന്നത്തോടെ ഈ ഒരു ടോപ്പിക്കോടെ നമുക്ക് ഇതിനെ എൻഡ് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യമുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഈ ഏജ്, അല്ലെങ്കിൽ ഏജ് വൈസ് ലിസണിങ് ടു മ്യൂസിക്, അല്ലെങ്കിൽ ഡസ് ഏജ് മാറ്റർ എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അയക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മുടെ പേഴ്സണൽ മെയിൽ ID കിടപ്പുണ്ട്, അതിനകത്തിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം ചെക്കൗട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തെറി വിളിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് തെറി വിളിക്കുക, നമ്മൾ അതിനു വേണ്ടി ഓപ്പണാണ്. സോ ഓൺ ദാറ്റ് നോട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞുകൊണ്ട്, അതെ ഇന്നിപ്പോൾ ഞങ്ങളൊരു രാത്രിയിലിരുന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കറിയില്ല ഇത് ഏത് ടൈമിൽ വരുമെന്ന്. ബട്ട് ഓൺ ദാറ്റ് നോട്ട് വി ആർ എൻഡിങ് ടുഡേയ്സ് എപ്പിസോഡ്. ദിസ് ഈസ് മീ UDC കുമാരി സൈനിങ് ഓഫ് വിത്ത് കിണറ്റിലെ പെണ്ണ്. ബൈ.